നടൻ ബാലയ്ക്കെതിരെ പരാതി നൽകിയതിനു പിന്നാലെ മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷിനെതിരെ സൈബർ ആക്രമണം. പണം വേണമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും വ്യാജരേഖ ഉണ്ടാക്കിയതിനാണ് കേസ് നൽകിയതെന്നും അമൃത പിന്നീട് പ്രതികരിച്ചു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും അമൃത പറയുന്നു. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ബാല കൃത്രിമത്വം കാണിച്ചുവെന്നായിരുന്നു അമൃതയുടെ പരാതി. മകളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് ബാല കൃത്രിമത്വം കാണിച്ചതെന്നും തന്റെ വ്യാജ ഒപ്പിട്ടുവെന്നും അമൃത പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ അമൃതയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. അച്ഛന് വേണ്ടാത്ത മകൾക്ക് അച്ഛന്റെ പണം എന്തിനാണ് എന്ന തരത്തിലായിരുന്നു സൈബർ ആക്രമണം. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി അമൃത തന്നെ രംഗത്തെത്തിയത്. ഇൻഷുറൻസ് തുക താൻ ചോദിച്ചിട്ടില്ലെന്നും പണം വേണമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അമൃത പറഞ്ഞു. ഇൻഷുറൻസ് തുക താൻ ചോദിച്ചിട്ടില്ല. ഈ കേസ് വ്യാജരേഖയുണ്ടാക്കിയതിനാണ്. തന്റെ വ്യാജ ഒപ്പിട്ട് കോടതി രേഖകളിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായതാണ്. പണം വേണമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാര്യങ്ങളെ PR വർക്കിലൂടെ വ്യതിചലിപ്പിച്ച് വീണ്ടും തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം നിർത്തണമെന്നും അമൃത ആവശ്യപ്പെടുന്നു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേസ് നൽകേണ്ടി വരും. വസ്തുതകൾ തെറ്റായി ചിത്രീകരിച്ചതിന് ഉത്തരവാദികളായവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതിന് പിന്നിൽ ആരാണെന്ന് തങ്ങൾക്കറിയാം. സാമ്പത്തിക നേട്ടത്തിനായുള്ള വഴികൾ തേടുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അമൃത പറയുന്നു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. പുതിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് അവതരിപ്പിച്ച് മൈക്രോസോഫ്റ്റ്. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് മാത്രം ചെയ്യാനാകുന്ന കാര്യം പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകത. വർഷങ്ങൾക്കുള്ളിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് യാഥാർത്ഥ്യമാകുമെന്നും അതിനായി ഇനി ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടതില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് പുതിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് അവതരിപ്പിച്ചത്. ശാസ്ത്രം, ഗണിതം ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാ മേഖലയിൽ അനന്ത സാധ്യതകളാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന് മേൽ കൽപ്പിക്കപ്പെടുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിനായുള്ള ഈ പരിശ്രമങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് മൈക്രോസോഫ്റ്റ് നടത്തിയിരിക്കുന്നത്. മജോറോന 1 എന്ന ആദ്യ ക്വാണ്ടം ചിപ്പാണ് മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടോപ്പോ കണ്ടക്ടർ എന്ന പുതിയ പദാർത്ഥത്തിന്റെ സഹായത്തോടെയാണ് ഇതിന്റെ പ്രവർത്തനമെന്ന് മൈക്രോസോഫ്റ്റ് പറയുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാനമായ ക്യൂബിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നൂതനമായ ഒരു പദാർത്ഥമാണിതെന്ന് മൈക്രോസോഫ്റ്റ് പറഞ്ഞു. ടോപ്പോളജിക്കൽ സൂപ്പർ കണ്ടക്ടർ എന്നും ടോപ്പോ കണ്ടക്ടർ എന്നും ഇതിനെ വിളിക്കാം. സെമി കണ്ടക്ടറുകളുടെ കണ്ടെത്തൽ ഇന്നത്തെ സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളും യാഥാർത്ഥ്യമാക്കിയതുപോലെ ടോപ്പോ കണ്ടക്ടറും അവയിലൂടെ സാധ്യമാകുന്ന പുതിയ തരം ചിപ്പും സങ്കീർണമായ വ്യാവസായിക സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ക്വാണ്ടം സിസ്റ്റങ്ങളുടെ വികാസത്തിന് വഴിപാകുമെന്നും മൈക്രോസോഫ്റ്റ് പറഞ്ഞു. ഈ പുതിയ നിർമ്മാണ രീതിയിലൂടെ ഒരാളുടെ കയ്യിലൊതുങ്ങുന്ന ചിപ്പിൽ ദശലക്ഷക്കണക്കിന് ക്യൂബിറ്റുകൾ സ്ഥാപിക്കാനുള്ള വഴി തുറന്നുവെന്ന് മൈക്രോസോഫ്റ്റ് പറഞ്ഞു. ദശലക്ഷം ക്യൂബിറ്റുകളുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറിന് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് നിലവിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചാലും ചെയ്യാൻ സാധിക്കില്ലെന്നും മൈക്രോസോഫ്റ്റ് പറയുന്നു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. മുഷിഞ്ഞ തുണി അലക്കുന്നത് ഇനി വീടുകൾ. ലോണ്ടറി ജെറ്റ് എന്ന പുതിയ സംവിധാനത്തിലൂടെയാണിത്. നിങ്ങളുടെ വീട് മുഴുവൻ വാക്വം ട്യൂബുകൾ കൊണ്ട് കണക്ട് ചെയ്യും. ആവശ്യമുള്ളിടത്ത് പോർട്ടുകൾ സ്ഥാപിക്കും. ഇത് തുറന്ന് തുണികൾ ഇടാം. വാക്വം പവറിൽ തുണി അകത്തെത്തുകയും വൃത്തിയാക്കി പുറത്തേക്ക് തരികയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വീട് മുഴുവൻ ഒരു വാഷിംഗ് മെഷീൻ ആയാൽ എങ്ങനെയിരിക്കും? അതുതന്നെയാണ് ലോണ്ടറി ജെറ്റ്. നിമിഷ നേരം കൊണ്ട് വൃത്തിയാക്കി കയ്യിൽ തരും. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. വാട്സാപ്പിൽ പുതിയ ഫീച്ചർ. ശബ്ദ സന്ദേശങ്ങൾ ഇനി വായിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ ഫീച്ചർ ഉള്ളത്. വോയിസ് മെസ്സേജ് ലഭിക്കുന്നയാൾക്ക് മാത്രമാണ് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുക.
നിരന്തരം പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. വാട്സപ്പ് അവതരിപ്പിച്ച ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ് വോയിസ് ട്രാൻസ്ക്രിപ്റ്റ്. ശബ്ദ സന്ദേശങ്ങൾ ഉച്ചത്തിൽ കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റായി വായിച്ചെടുക്കാൻ ഈ ഫീച്ചർ ഉപയോഗിച്ച് സാധിക്കും. ശബ്ദ സന്ദേശം ലഭിക്കുന്നയാൾക്ക് മാത്രമാണ് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുക. അയക്കുന്നയാൾക്ക് പറ്റില്ല. നിലവിൽ മലയാള ഭാഷയും ഇതിൽ ലഭ്യമല്ല. വോയിസ് ട്രാൻസ്ക്രിപ്റ്റുകൾ ഫോണിൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നും അവ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ആണെന്നും വാട്സ്ആപ്പ് പറയുന്നു. വാട്സപ്പിനും മറ്റുള്ളവർക്കും അത് കേൾക്കാനോ ട്രാൻസ്ക്രിപ്റ്റ് സന്ദേശങ്ങൾ വായിക്കാനോ സാധിക്കില്ലെന്നും വാട്സപ്പ് ഉറപ്പു നൽകുന്നുണ്ട്. വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചർ നിങ്ങൾ ഓൺ ചെയ്താൽ മാത്രമേ ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കൂ. അതിനായി വാട്സപ്പ് സെറ്റിംഗ്സ് തുറക്കുക. തുടർന്ന് ചാറ്റ് തിരഞ്ഞെടുത്ത് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഓൺ ചെയ്യുക. ഭാഷ തിരഞ്ഞെടുക്കുക. സെറ്റിംഗ്സ് ചാറ്റ്സ് ട്രാൻസ്ക്രിപ്റ്റ് ലാംഗ്വേജ് തിരഞ്ഞെടുത്താൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഭാഷ മാറ്റാനാകും. കൂടാതെ സെറ്റിംഗ്സിൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഓൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ചാറ്റിൽ വരുന്ന ശബ്ദ സന്ദേശങ്ങൾക്ക് മേൽ ലോങ് പ്രസ് ചെയ്യുക. ആൻഡ്രോയിഡിൽ ആണെങ്കിൽ മുകളിലുള്ള 3 ഡോട്ട് മെനു തിരഞ്ഞെടുത്ത് ട്രാൻസ്ക്രൈബ് തിരഞ്ഞെടുക്കുക. ഐഫോണിൽ ലോങ് പ്രസ് ചെയ്താൽ തുറന്നു വരുന്ന മെനുവിൽ ആദ്യം ട്രാൻസ്ക്രൈബ് ഓപ്ഷൻ കാണാം. ഇത് തിരഞ്ഞെടുത്താൽ ശബ്ദ സന്ദേശത്തിന് താഴെയായി ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.